അങ്ങനെ ഗൈസ് രണ്ടണ്ടി ചുട്ടുകൊണ്ടിരിക്കുക. വെട്ടമില്ലാത്തതുകൊണ്ട് ചിലപ്പം കാണത്തില്ല. ഇവിടെ രണ്ടെണ്ണം അവിടെ തെറിക്കുന്നു ഗൈസ്, ഫുള്ള് തെറിക്കുന്നു. കവർ ചെയ്യണം. അങ്ങനെ ഗൈസ് അണ്ടി വിട്ട് മൊത്തം വേർത്ത് പൊളിച്ചു. ഫുള്ള് പൊളിച്ചുകൊണ്ടിരിക്കുക. എല്ലാം പ്രോസസ്സിലായിക്കൊണ്ടിരിക്കുക. അണ്ടി വിടുന്നതിൻ്റെ ഇവിടുന്ന് ലൈറ്റ്. അപ്പം നിങ്ങൾക്ക് ഇത് അടുപ്പ് കാണാൻ ചാൻസ് കുറവായിരിക്കും. അണ്ടി ചുടുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഓരോന്ന് രണ്ടെണ്ണം ഒരു സൈഡ് റെഡിയായി എടുക്കുക. പ്രോസസ്സായിട്ട് ആദ്യം ഡൗട്ട് ചൂടാവണം. വേവിക്കട്ടെ. അതിൻ്റെ കൂടെ ഇട്ട് വേറൊരെണ്ണം എടുത്ത് നോക്കാം. മതിയായിരിക്കും. ഇതും വേണം ഒരു സൈഡും കൂടെ. തോട്ടാക്കിയിട്ട് ഇതിനെ നമുക്കിങ്ങനെ കനലിൽ അതിൻ്റെ മേലിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വെന്തോളും. അത് സൂപ്പറായിട്ട് അങ്ങ് ആയിക്കോളും. കനലിങ്ങനെ ഇട്ടാലേ നമുക്ക് ഈ അണ്ടി ചൂടാൻ പറ്റും. അങ്ങനെ ഗായ്സ് ഒരു ഇച്ചിരിയൊക്കെ ചുട്ടെടുത്തു. ഉള്ള കനൽ ചുട്ട് കനലെല്ലാം തീർന്നു. ഇനി ഇതിൻ്റെ അകത്തൊന്നും ചൂടാക്കത്തില്ല. നോ യൂസ്. അങ്ങനെ ഇത്രയും ചുട്ടെടുത്തു. നല്ല ചൂടാണ്. ചിരട്ടക്കകത്ത് വെച്ചോണ്ടാണ് ഞാൻ പിടിക്കുന്നത്. ചൂട് അത്രയും ഇല്ല, എന്തായാലും ചൂടുണ്ട്. പിന്നെ ഇതിനി തല്ലി പൊട്ടിച്ചിട്ടാൽ നമുക്കിനി ഇതിൻ്റെ അകത്തുനിന്ന് കാഷ്യൂ നട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക.